ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം നമ്മുടെ ചാനൽ കൂടുതലും ഫോക്കസ് ഇരുന്നത് NHS റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്, അതിൻ്റെ അപ്ഡേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നതും ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു റീൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു എങ്ങനെയാണ് NHSൽ പ്ലേസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ അവർ കുറേ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായി. അപ്പം ഇപ്പം ഞാനൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഒരു 1 ഇയർ മുന്നേ. ആ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ അല്ല ഇപ്പോൾ ഒരു ജോബ് നോക്കുന്ന ഒരാൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ കുറേ നാളുകൊണ്ടൊക്കെ NHSൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ ഒരു 1 ഇയറൊക്കെ മുന്നേ ജോബൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഒരു ജോബ് നോക്കിയാൽ എല്ലായിടത്തും ജോബ്സ് ഉണ്ട്, ഇന്റേണലി ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ വിളിക്കുന്ന ജോബുകളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് അറിയാമായിരിക്കും. ഇപ്പൊ പലയിടത്തും പല ടാഗുകളും അപ്രതീക്ഷയാവുകയാണ്. അഡ്മിനിസ്ട്രേറ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്നുള്ള ടാഗുകൾ വരെ ഇല്ലാണ്ടാവും. ആദ്യമൊക്കെ ഇന്റേണൽ മാത്രമാക്കി തുടങ്ങി കുറെ പോസ്റ്റുകൾ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റിട്ടയർമെന്റ് വരുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്ന ജോബുകളൊക്കെ വിളിക്കും. ഒരു അറ്റ് സം പോയിന്റ് ഒരു 1 മന്തോ 2 മന്തോ മുന്നേ വരെ ഈ വേക്കൻസി വരുന്ന എക്സ്ട്രാ ജോബ് വേക്കൻസീസ് വരുന്നില്ല, എന്നാൽ ഉള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ 2 ആഴ്ച തൊട്ട് വേക്കൻസീസ് അങ്ങ് ഡിസപ്പിയർ ആയി. ഇല്ല, ആ പോസ്റ്റ് ഇല്ല, വേക്കൻസീസ് ഇല്ല. ഏതാണ്ട് 10-15 ജോബ് കിടന്നിടത്ത് ഒറ്റ ജോബ് ഇല്ലാത്തൊരു അവസ്ഥ. അപ്പൊ അതിന്റെ കാരണം എന്താന്നൊക്കെ നോക്കി പോയപ്പോഴാണ് നമ്മളൊരു റിപ്പോർട്ട് കണ്ടത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു മാനേജേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ യൂണിയൻ മീറ്റിംഗ്, അപ്പൊ അതിന്റെ ബേസിസിൽ ഇറങ്ങിയ ഒരു റിപ്പോർട്ട് കണ്ടു. അപ്പം അത് വായിച്ചപ്പോൾ ഓക്കെ, നമുക്ക് ക്ലിയർ ആയി, ഓക്കെ ഇതാണ് അപ്പോൾ അതിന്റെ പിന്നിലെ റീസൺ എന്നുള്ളത്. ഇപ്പൊ നമുക്ക് അറിയാം, കുറെ നാളായിട്ട് ഇപ്പൊ NHSൽ പുതിയൊരു പോളിസി ഇറങ്ങിയിട്ടുണ്ട്. പല ജോബുകളും കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, കോസ്റ്റ് കട്ട് നടക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് മെർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പോളിസീസ് ഒക്കെ ഇറങ്ങണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഒരു വർഷമായിട്ട് അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ നടക്കേണ്ടായിരുന്നു, അത് പോസ്റ്റ്പോൺ ചെയ്ത് അടുത്ത ഒക്ടോബറിലേക്കോ ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അല്ല, ആ ഒരു പോളിസിക്ക് ഇറങ്ങുന്ന ടൈമിൽ അവിടെയൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഒക്കെ ഇത് ഫ്രണ്ട് ലൈൻ സ്റ്റാഫിനെ അല്ല കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, മാനേജീരിയൽ പോസ്റ്റിൽ വരുന്നവരെയാണ് കൂടുതലും അഫക്റ്റ് ചെയ്യാൻ പോവുക, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ബാൻ 2 മുതലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് മാനേജീരിയൽ ലെവലിലൊരു കട്ട് വരും, അപ്പോൾ എല്ലാം കൂടെ മെർജ് ചെയ്ത് വരും, മാനേജേഴ്സിന്റെ ആവശ്യം വരില്ല, അല്ലെങ്കിൽ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുടെ കുറവ് വരും, ബാക്കിയെല്ലാം അതുപോലെ ഉണ്ടാവും ഓർത്തിട്ട്. ഇപ്പോൾ NHSലുള്ളവർക്കറിയാം, ഇപ്പോൾ ഓവർ ടൈം, ബാങ്ക് സ്റ്റാഫ് എല്ലാം കട്ട് ചെയ്തല്ലോ ഒരു പരിധിവരെ. എല്ലാ NHSകളും തീരെ കുറച്ചു. അപ്പം അങ്ങനെ ഒരു കോസ്റ്റ് കട്ട്, വലിയൊരു മേജർ കോസ്റ്റ് കട്ടിലേക്കാണ് വരുന്നത്. ഇവരുദ്ദേശിക്കുന്ന ഒരു 50% കോസ്റ്റ് കട്ട്, അത് 50% സ്റ്റാഫും കൂടെ കുറച്ചുകൊണ്ടുള്ള ഒരു 50% കോസ്റ്റ് കട്ടിലേക്കാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിപ്പോൾ കൂടുതലായിട്ട് ഇപ്പൊ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നവർ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്പർ ഓഫ് വേക്കൻസീസ് വളരെ കുറവാണ്. അപ്പം നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷനും അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസും അത്രമാത്രം സ്ട്രോങ് ആക്കിയാൽ മാത്രമാണ് നമ്മളൊരു ജോബിലേക്ക് പ്ലേസ്ഡ് ആവുള്ളൂ. ഇപ്പൊ പണ്ടത്തെ പോലെ മീൻസ് ജോബിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവൊന്നും വന്നിട്ടില്ല, പക്ഷെ ജോബിന്റെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൊടുക്കണ ആപ്ലിക്കേഷൻ അത്രയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുന്നതിൽ കുറെ പേരെന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇപ്പോൾ 1000-200 ആപ്ലിക്കേഷൻ ഇട്ടിട്ടും റിജക്റ്റ് ആവുന്നുണ്ട്, എന്താ കാരണം എന്നുള്ളത്. നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്നതിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നൊക്കെ. അത് ചിലപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ സ്ട്രോങ് ആണെങ്കിൽ കൂടിയും പല റീസൺസ് അതിനകത്ത് വരാം. നിങ്ങളുടെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ പല ട്രസ്റ്റുകളും സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് കൊണ്ട് അതിനുള്ള ആ സാഹചര്യം മാറ്റി വെച്ചിട്ട് വേറെ ആപ്ലിക്കൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പൊ അതൊരു റീസൺ ആവാം. അല്ലെങ്കിൽ പിന്നെ ജനറലി നമുക്ക് ഇത്രയും അധികം കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാവാം. അങ്ങനെ പല റീസൺസ് ആവാം.
അപ്പോൾ ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു സിറ്റുവേഷൻ. ഉള്ള വേക്കൻസീസ് പോലും ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റൊക്കെ 14-15 സ്റ്റാഫ് ഉണ്ടായിരുന്നോടത്ത് ഇപ്പൊ 6-7 സ്റ്റാഫിനെ വെച്ചുകൊണ്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്റ്റീവായിട്ട് 10 വേക്കൻസീസ് ഉണ്ടായിരുന്നത്, പല പോസ്റ്റുകളിൽ 10 വേക്കൻസീസ് ഉണ്ടായിരുന്നത് ഒരു സുപ്രഭാതത്തിൽ ഒറ്റ വേക്കൻസി ഇല്ല. അങ്ങനെ ഒരു എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി പോലും ഇല്ലാന്നുള്ള രീതിയിൽ അതിന്റെ വേക്കൻസി ഉണ്ട് മീൻസ്, പക്ഷെ അത് ഫ്രോസൺ ചെയ്തേക്കാണ് മീൻസ് അങ്ങനെ ഒരു വേക്കൻസീസ് പുറത്തു വിടുന്നില്ല. ഇന്റർവ്യൂസ് വിളിച്ചിരുന്നതൊക്കെ ക്യാൻസൽ ചെയ്തു, പുതിയതായിട്ടൊന്നും വരുന്നില്ല. ജെനുവിൻലി വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ ജോബ് കിട്ടി മാറി കഴിയുന്നതോ അല്ലെങ്കിൽ റിട്ടയർ ആയിട്ട് പോകുന്നതോ അങ്ങനെയുള്ള വേക്കൻസീസ് ഒന്നും ഫില്ല് ചെയ്യുന്നില്ലാത്തൊരവസ്ഥ, ഉള്ള ആളുകളെ വെച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വേക്കൻസീസ് ആണെങ്കിലും കൂടുതലും വിളിക്കുന്നത് ഇന്റേണലി തന്നെയാണ്. ആദ്യമൊക്കെ നമ്മളോട് ചോദിക്കുന്നവരോട് നമ്മൾ പറയായിരുന്നു ഈവൻ ചിലപ്പോൾ ബാങ്ക് സ്റ്റാഫ് ആയിട്ടെങ്കിലും കയറി നോക്കും, ബാങ്ക് വർക്ക് ആയിട്ടെങ്കിലും എടുത്തു നോക്കാം, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇന്റേണലി വിളിക്കുന്നതും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അതിന്റെ സാധ്യതയും വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിത് പറയാനുള്ളൊരു ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പിന്നിലെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാം NHS റിലേറ്റഡ് ആയിട്ട് ജോബ് നോക്കുന്ന കുറേ പേര്. അതിലൊരു ഭൂരിഭാഗം ആൾക്കാരും ഒരു സ്പോൺസർഷിപ്പ് എന്നുള്ള ലക്ഷ്യത്തിൽ NHS ജോബ് നോക്കുന്നവരുണ്ട്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്ലാനിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു നെക്സ്റ്റ് ഒരു പ്ലാനിങ് കൂടെ കണ്ടുവെക്കണം. ഈ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകരുത്. കാരണം വേക്കൻസീസ് ഒക്കെ അത്രയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീഷൻ അനുസരിച്ച് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾ അവിടെ സ്റ്റക്കായി പോവും. വേറെ നമുക്ക് ചിലപ്പോൾ വേറൊരു കാര്യം നോക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോബ് നോക്കാൻ ഒരു സമയം ഇല്ല എന്നൊരു കണ്ടീഷനിലേക്കൊക്കെ വന്നെന്നിരിക്കും. അപ്പം റൂളും കാര്യങ്ങളും എല്ലാം ഒരു ഭാഗത്ത് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു, വേക്കൻസീസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പോകരുത്, നിങ്ങളൊരു പ്ലാനും കൂടെ നോക്കി വെക്കണം. ഇത് എനിക്ക് പേഴ്സണലി ഇങ്ങനെ നോക്കുന്ന കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുള്ളത് കൊണ്ടും നമ്മൾ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത്. ഇപ്പം പല ട്രസ്റ്റുകൾ ഇപ്പം ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഒക്കെ റിഡൻഡൻസി പോളിസി അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേക്കൻസി വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളവർക്ക് വോളണ്ടറി റിഡൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം, ജോബ് വിട്ടു പോകാനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് അവർ 50% ആളിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പരിപാടി നോക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടമാനം സ്റ്റാഫ് കുറയും, ഉള്ളവർക്ക് വർക്ക് ലോഡ് കൂടും, വേക്കൻസീസ് ഇനി വരല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം മെയിൻലി ഇത് HR, മാനേജീരിയൽ, അഡ്മിൻ, എസ്റ്റേറ്റ്സ്, ഫിനാൻസ് അങ്ങനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും ക്ലിനിക്കൽ ജോബുകളെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, കാരണം വേക്കൻസീസ് ഫില്ല് ചെയ്യാതെ വരും. അപ്പോൾ ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മളാണെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളും NHS ജോബ് സ്പോൺസർഷിപ്പ് കിട്ടിയ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പേഴ്സണലി ഒരുപാട് പേരിങ്ങനെ NHS വർക്ക് ചെയ്യുന്നവരായിട്ടും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുന്നവരായിട്ടും ഒക്കെ ഡെയിലി നമ്മൾ ഒരുപാട് പേരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാനിക്കാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പാനിക്കാവേണ്ട ആവശ്യമില്ല, നമ്മൾ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇപ്പൊ ഇൻ കേസ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ജോബ് ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ നോക്കുക. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് ആണ് ഇപ്പോൾ ഉള്ളൂ. കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലെന്നല്ലാട്ടോ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഏതാണ്ട് 10% ആയി വേക്കൻസീസ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്തേക്കുക, ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഇറങ്ങുന്ന പോളിസീസും കാര്യങ്ങളും എല്ലാത്തിനെ കുറിച്ചും ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ ഞാൻ കുറച്ചധികം തവണ കേട്ട ഒരു ചോദ്യമാണ് കേട്ടോ ഈ NHS Band 2, Band 4 ഒക്കെ സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്നുള്ളത്. നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് NHS Band 2, Band 3, Band 4 ഒന്നും സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ജോബുകളല്ല. നമ്മൾ ഇപ്പോൾ ടെമ്പററി ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത് സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ ഒരു കാറ്റഗറി ഓഫ് ജോബുകൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് അത്ര
മീൻസ് നടക്കില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ ഒരു ക്വസ്റ്റ്യൻ പല തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ അതും കൂടെ ഈ കൂടെ ഒന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളേ. അതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ബാൻഡ് 4 കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കുറെ കണ്ടീഷൻസ് വരണം. ഈ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ISL ലിസ്റ്റിൽ വരണം. അത് മീൻസ് ഓരോ ട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. ട്രസ്റ്റ് അത് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അല്ലേ. അതുപോലെ തന്നെ ചില ട്രസ്റ്റുകൾ ലീവ് സാക്രിഫൈസ് ചെയ്തിട്ട് അത് സാലറിയിൽ ആഡ് ചെയ്തിട്ട് സ്പോൺസർഷിപ്പ് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തു വരുവാണെങ്കിൽ ഈസി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ചെറിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.